എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സാരി എടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. ഞാനും ദിവ്യയും അഖിലയും പിന്നെ സുധീഷനും എല്ലാവരുമായിട്ടും ഓഫീസിലെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ സാരി എടുക്കാൻ വേണ്ടി എറണാകുളത്തോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ അതിനോട്ടിനെ വഴക്ക് പറഞ്ഞതിനാണ് ആ മുഖവും കയറ്റി പിടിച്ച് എൻ്റെ പിണങ്ങിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇന്നത്തെ സാരി വിശേഷങ്ങളൊക്കെ എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നീ കേറി പിന്നാണ് പ്രശ്നമായത്. നമുക്ക് മാത്രം പോവായിരുന്നു. കുപ്പികളെ കട ഞാൻ പറഞ്ഞ കട ഓപ്പൺ ആണ്. ചേച്ചി കുപ്പിവെള്ള നെക്ലേസ് ഒക്കെ വാങ്ങണ്ടേ ചേച്ചി? അത് നമുക്ക് ഇവിടെ ഒന്ന് കുപ്പികളെ നോക്കാം. നെക്ലേസ് വേണ്ട ചേച്ചി, എനിക്ക് വള വേണം. അതെന്താ നിനക്ക് നെക്ലേസ് വേണ്ടാത്തത്? എനിക്ക് വേണ്ടാത്തോണ്ട് വേണം. നിനക്ക് നെക്ലേസ് വേണ്ട. നീ ഇടും. ഞങ്ങളൊരു സാരി വാങ്ങാൻ വേണ്ടി പോത്തീസിൽ പോകുന്ന വീഡിയോ ആണ്. ഇതിന്റെ പകുതിയും മഴക്കായിരിക്കും രണ്ടെണ്ണം കൂടെ ഉള്ളത്. രണ്ടിനെയും കൂടെ ഇരുത്തി കഴിഞ്ഞ ഇടിയാണ് ഇവിടെ. ഇവളാണ് പ്രശ്നം. ഇവള് വരുന്നവരെ ഈ കാർ എന്ത് പീസ്ഫുൾ ആയിരുന്നു അറിയോ നിനക്ക്? ഞങ്ങൾ അഖിലയുടെ കുറ്റവും പറഞ്ഞ് ഞങ്ങൾ റിലാക്സ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അറിയാവാ എന്ത് കുറ്റാടി നീ പറഞ്ഞ? നീ പലതും പറയും. അതിനൂട്ട വരെ പറഞ്ഞല്ലേ? അതിനൂട്ട അതിനോട്ടും പറയില്ല. അതെന്താ അതിനോട്ട് പറയാതെ? അതിനോട്ടും പറയില്ല. അതെന്താ പറയാത്തെ? പറയില്ല. അതിട്ട് പറയും. നീയേ പറയുള്ളൂ. നീ നിക്കണ്ടടി എന്റെ കൂടെ. നീ ഇറങ്ങി പൊക്കോ. അയ്യോ, നമുക്ക് ഒരുപാട് ബഡ്ജറ്റിലുള്ള സാരി നോക്കണ്ട. വേണ്ട. അഖില അങ്ങനെയാണെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് വേണ്ട ചേച്ചി, ഞാൻ പിന്നെ എടുക്കൂല. അത് ഞങ്ങൾക്ക് അറിയാം. അഖിലാണ് വിട്ടാ ഇപ്പൊ എടുത്തു പിന്നെ ഇല്ല. സാരിയുടെ കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടത് ചോക്കോ കളറാണ്. എനിക്ക് കോഫി ബ്രൗൺ അല്ലേ? യെസ് ഓഫ് കോഴ്സ്. എന്റെ മൈൻഡിലും ആ ഒരു കളറാണ്, കോഫി ബ്രൗൺ. അത് നല്ല കളർ. ഉടുത്ത് നോക്കിട്ട് എടുക്കാം ചേരുന്നുണ്ടോ. സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുവാന്ന് നോക്കാം. ബഡ്ജറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞങ്ങൾക്ക് സാരി എടുത്തിട്ട് വേണം സുധീഷേട്ടന് ഷർട്ട് എടുക്കാൻ അല്ലേ ഷർട്ടാ? എനിക്കുള്ള കിട്ടുമെന്ന് സംശയം. നമുക്ക് നോക്കാം, ഷർട്ടിന് അല്ലെങ്കിൽ തുണി നോക്കാം. രണ്ടുപേർക്കും കൂടെ അതിനോട്ടിനും അത് സുധീഷേട്ടനും കൂടെ ഇത് നോക്കി എടുക്കാം. തനുവിന് അറിയോ ചേച്ചി? തനുവിന്റെ ഞങ്ങൾ പറയാതെ പോകുന്നത്. അവള് വരുന്നതിന് മുമ്പ് തനുവിന് പട്ടുപാടയുടെ തുണി എടുക്കണം. തനിക്ക് ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകാൻ വേണ്ടി പട്ടുപാടയൊക്കെ വന്ന് കുറേ നേരം കുറേ സാരി പല വെറൈറ്റി നോക്കി. ഞങ്ങൾ ആദ്യം മനസ്സിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് കാഞ്ചി കോട്ടൺ സാരിയാണ്. ഇപ്പം
സാരിയുടെ കളക്ഷൻസ് കണ്ടപ്പോഴേക്കും നമുക്ക് കൺഫ്യൂസ്ഡ് ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണി കോട്ടൺ നോക്കി, സുങ്കിടി നോക്കി, ബനാറസി നോക്കി, അങ്ങനെ ഒരുപാട് സാരീസ് നോക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത്. അപ്പം ഈ കൂട്ടത്തിൽ ഞങ്ങൾ എടുത്ത സാരി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളിതിനകത്ത് ഏത് സാരി എടുത്തതെന്ന്. ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം ഞാൻ ഏത് സാരിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തതെന്ന്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ രീതിയിലുള്ള ഒരേ കളർ സാരി വേണം, അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾ അങ്ങനെ അതും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ കുറേ തപ്പിയാണ് നമ്മൾ സാരി എടുത്തത്. നമ്മൾ ഒരു സാരി കാണുമ്പം അയ്യോ അത് കൊള്ളാമെന്നും പറഞ്ഞെടുക്കും, അടുത്ത സാരി നോക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ഷോറൂം മൊത്തം നമ്മൾ പോയി. പിന്നെ അത്യാവശ്യം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല ഓഫർ നടക്കുന്ന സമയമായത് കാരണം കൊണ്ട് നമുക്ക് സാരിക്ക് വലിയ റേറ്റും ഫീൽ ചെയ്തില്ല. ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത അതേ ബഡ്ജറ്റിൽ തന്നെ ഞങ്ങൾക്ക് സാരി എടുക്കാനും പറ്റി. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, 3 പേർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ 3 പീസ് നമുക്ക് അവൈലബിളും കിട്ടുന്നില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ നിന്ന് തപ്പിയാണ് നമ്മൾ ഏറ്റവും അവസാനം സാരി സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ മോളിൽ പോയി താനൂനുള്ള പട്ടുപാടയുടെ തുണിയൊക്കെ എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ താഴെ വന്നിട്ടാണ് ഞങ്ങൾ സാരി നോക്കിയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ച് തന്നെ 3 പീസ് ഉണ്ടത് അതെടുക്കാമെന്നും പറഞ്ഞ് പിന്നെ അത് ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം 2:20. വിഷമത്തോടെ രക്ഷയില്ല. രാവിലെ 2 അപ്പവും കഴിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അവർ 2 പേരും കലൂരോട്ട് പോയി. അവർക്ക് ഇവിടെ ക്ലാസ് ഉള്ള കാരണം കൊണ്ട് അവരങ്ങോട്ടും പോയി. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കണം അല്ലേ അതിനൂട്ടിന് വിശക്കുന്നുണ്ടാ? അതിനൂട്ടിന്റെ പുതിയ ഫാൻ കാണിച്ചു കൊടുത്തേ. അതാ കൊച്ചിന് പുതിയ ഫാൻ മേടിച്ചു കൊടുത്ത അച്ഛൻ. അതിനോട് ഭയങ്കര ചൂടല്ലേ? അമ്മയ്ക്കും കൂടി ഇത്തിരി കാറ്റ് താനൂട്ടാ. ഇനി സുധീഷേനും അതിനൂട്ടിനും ഷർട്ട് എടുക്കണം. തനുവിന് ഞാൻ പട്ടുപാടയുടെ തുണി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മാച്ചായിട്ടുള്ള രീതിയിലല്ല ഞാൻ പട്ടുപാടയുടെ തുണി അവർക്ക് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങൾ ഒരേ കളറിലെ തന്നെ സാരിയാണ് എടുത്തിരിക്കുന്നത്. പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ഫുഡ് കഴിക്കാൻ ലേറ്റ് ആൻറ്റിയൊക്കെ ഭയങ്കര ക്ഷീണം വന്നിട്ട് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ പറഞ്ഞല്ലോ അവർ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് എടുത്ത സാരീസ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ നിന്ന് 3 സാരി ഞങ്ങൾ ഒരേപോലത്തെയാണ് സെലക്ട് ചെയ്തത്. ഞങ്ങൾ സെയിം പാറ്റേൺ. ഞാൻ പറഞ്ഞു ഞങ്ങളത് ഓണം പരിപാടിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഞങ്ങൾ 3 പേർക്കും ഒരേ കണക്കത്തെ സാരി തന്നെ. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഒരാൾക്ക് ഒരു ഇഷ്ടപ്പെടുമ്പോൾ മറ്റേയാൾക്ക് മറ്റേത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂസും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് ഞങ്ങൾ ആദ്യമേ ഒരു സാരി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോഴേക്കും ആ രീതിയിൽ സാരി കിട്ടാൻ വേണ്ടി അതാണ് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തതും. പക്ഷേ പിന്നെയും ഞങ്ങളിങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ കളക്ഷൻസ് നോക്കി വന്നപ്പോഴേക്കും നമുക്ക് കൺഫ്യൂസ്ഡായി. പിന്നെ ഞങ്ങൾ അത് തന്നെ ഫൈനലൈസ് ചെയ്തു. ഈ സാരി ഞാൻ എടുത്തതാണ്. ഇത് 50% ഓഫർ ഉണ്ടായിരുന്നു. ബനാറസി ടൈപ്പ് സാരിയാണ്. എനിക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ കളർ കണ്ടപ്പോഴേക്കും ഞാൻ 50% ഓഫറും കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഇടയ്ക്ക് ഇതാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തതാണ്. ഇപ്പോൾ പോത്തീസിൽ ഓഫർ നടക്കുന്നതിനോട് നമുക്ക് സാരിക്കൊക്കെ 50%ഉം 10% ഒക്കെ ഓഫറുണ്ട്. അപ്പോൾ നമുക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഓണത്തിന് സെലക്ട് ചെയ്ത ഡ്രസ്സ് കാണിച്ചു തരാം. ഡ്രസ്സല്ല, സാരി കാണിച്ചു തരാം. ഈ സാരിയാണ് ഞങ്ങൾ ഓണത്തിന് വേണ്ടിയിട്ട് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇത് 3 പീസ് ഞങ്ങളെടുത്ത് കോഫി ബ്രൗണിൽ. ഇത് കല്യാണി കോട്ടൺ അല്ല ഇതിന് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ മറന്നുപോയത് ഏതാണെന്ന്. അപ്പം ഈ 3 സാരീസാണ് ഞങ്ങളെടുത്തത്. ഇതും നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഇതും എമൗണ്ടിൻ്റെ 15%. ഈ 3 സാരീസാണ് ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തത്.
അപ്പം ഇത് ഒരാൾ ധാവണിയാക്കും, ബാക്കി ഞാനും ദിവ്യയും ഇത് സാരിയായിട്ട് തന്നെ ഉടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അഖില ഇത് ധാവണിയാക്കാനാണ് ഇപ്പം നിലവിൽ ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഇത് ഉടുത്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ തനുവിന് കുറച്ച് പട്ടുപാവാടയുടെ മെറ്റീരിയൽസ് ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു. കാരണം അവൾക്കും പുറത്തോട്ടൊക്കെ അമ്പലത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ മെറ്റീരിയൽസ് കുറച്ച് ഞാൻ എടുത്ത്. ഇത് ഞാൻ റണ്ണിങ് മെറ്റീരിയൽസ് എടുത്തതാണ്. ഇങ്ങനത്തെ കോട്ടൺ ടൈപ്പ് ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തു. പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ എടുത്തു. പിന്നെ ഇത് ഈ രീതിയിൽ വരുന്ന ഒരു മെറ്റീരിയലും എടുത്തു. അങ്ങനെ 3 മെറ്റീരിയൽ ഞാൻ അവക്കും പട്ടുപാവാട തയ്ക്കാൻ വേണ്ടി എടുത്ത്. ഇത് ജസ്റ്റ് കോമൺ ആയിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ പോയപ്പോൾ. ഇനി തനായ്ക്കും സുധീഷേട്ടനും അതിനൂട്ടനും ഇവർക്കും ഈ ഒരു പാറ്റേണിൽ തന്നെ കളർ കിട്ടുമോയെന്ന് ഞങ്ങൾക്ക് നോക്കണം. ഞാൻ അവിടുന്ന് തന്നെ നോക്കാമെന്നും പറഞ്ഞാൽ പോയത്. പക്ഷേ നല്ല ക്ഷീണമായത് കാരണം കൊണ്ട് ലാസ്റ്റ് ഞാൻ കുഴഞ്ഞിട്ട് വന്നു. ഇന്നൊരു ദിവസം വന്ന് നോക്കാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ സാരിക്കാണ് ബ്ലൗസും മറ്റുള്ള കാര്യങ്ങളും എടുക്കേണ്ടത്. പിന്നെ അതിനൂട്ടനും സുധീഷേട്ടനും കൂടെ ഒന്ന് നോക്കണം. കാരണം അവർക്കും മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെയും നോക്കണം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ സാരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.